ഹലോ ഗൈസ്, വെൽക്കം ടു സാറാസ് വേൾഡ്. ഇന്ന് ഞങ്ങൾക്ക് മെഹന്തി നൈറ്റാണ്. അതായത് ആൺവീട്ടിൽ നിന്ന് പെണ്ണിനെ മൈലാഞ്ചി അണിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെൺവീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ രീതികൾ എന്തെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോകുന്ന കാര്യം അവരും ഞങ്ങളോട് വിളിച്ച് ചോദിക്കും. അതായത് പെൺവീട്ടിൽ നിന്ന് ആൺവീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും, ഇന്ന് അവിടെ മൈലാഞ്ചി ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അതായത് ആൺവീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പെൺവീട്ടിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറയും അതെ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ എത്ര ആൾക്കാർ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഫുഡ് ഒരുക്കി അവർ കാത്തിരിക്കും. ഇതുകൂടാതെ ഈ പെണ്ണിനെ ഇന്ന് ബാപ്പാൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ ആണ്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാരണം ഇവിടെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ആണിനെ വീട്ടിലേക്ക് വിടുന്നില്ല, ആണിനെ കല്യാണം കഴിപ്പിച്ച് പെൺവീട്ടിലേക്കാണ് വിടുന്നത്. അപ്പം പെൺവീട്ടിലാണ് ആണ് താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബാപ്പാൻ്റെ വീട്ടിൽ ഇടയ്ക്ക് നമ്മൾ പോയി വരും. ഈ ബാപ്പാൻ്റെ വീടിനെ ഞങ്ങൾ പറയുന്ന പേരാണ് തിത്തോട്. ഞങ്ങൾ പറയുന്നത് തിത്തോട് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ തിത്തോടയിൽ നിന്നാണ് ഈ പെണ്ണിനെ പുറത്താക്കുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യും, ബാപ്പാൻ്റെ പെങ്ങന്മാരും അതുപോലെ തന്നെ ഇളാപ്പ, മൂത്താപ്പ, അവരുടെ ഭാര്യമാർ, ബന്ധുക്കൾ, അവരെ ഒക്കെ ആ ബാപ്പാൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവിടെ വെച്ച് പെണ്ണിന് സ്വർണവും വസ്ത്രവും ഒക്കെ കൊടുക്കും. പണ്ട് കാലങ്ങളിൽ ഈ ചടങ്ങ് നടത്തുന്നത് ബാപ്പാൻ്റെ വീട്ടിൽ പുറത്താക്കുമ്പോൾ എന്ത് ചെയ്യും, കൂടെ അല്പം ഫർണിച്ചറും പിന്നെ സ്റ്റേഷനറി സാധനമൊക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോൾ സ്വർണവും ഡ്രസ്സുമാണ് പെണ്ണിന് കൊടുക്കാറുള്ളത്. ഇങ്ങനെ പുറത്താക്കി കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവുമല്ലോ, ക്ഷണിച്ച് വന്ന ആൾക്കാർക്ക് കൂടി ഫുഡ് ഇവിടെ നമ്മൾ ഒരുക്കി അതായത് പെൺവീട്ടിലൊരുക്കി കാത്തിരിക്കും. അപ്പോൾ അവർ മുമ്പ് വന്നുപോയി, അതായത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നീടാണ് അവിടേക്ക് എത്തുന്നത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് അകത്തായിരുന്നു അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നത് തൊട്ടടുത്ത ബന്ധക്കാരാണ്. അതായത് ഈ മൈലാഞ്ചി ചടങ്ങിലേക്ക് പോകുന്നത് ഈ പയ്യൻ്റെ ബാപ്പാൻ്റെ പെങ്ങളുടെ കുട്ടികളും അതുപോലെ ഉമ്മാൻ്റെ ഇളാമ്മാൻ്റെ അങ്ങനെ ഉള്ളവർ മാത്രമാണ് പോവുക. പുറത്തിലെ ആൾക്കാരൊന്നും പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗംഭീര ഡിന്നറായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഡിന്നർ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഒരുക്കം ഒപ്പനയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെണ്ണിനി വരണം. അങ്ങനെ പെണ്ണ് വന്നു. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് പോകണം. അവിടെ വെച്ചെല്ലാ കൂടെ വന്ന് പെങ്ങന്മാരും ആൾക്കാരും ഒക്കെ മെഹന്തി അണിയിച്ച് കൊടുക്കും പെണ്ണിന്. ഇതിപ്പോൾ നടക്കുന്നത് തലേ ദിവസം രാത്രിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒപ്പന കാണാം.